ഹലോ, അപ്പോൾ എല്ലാവർക്കും സെറാസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം രാവിലെ 5:45 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് KR ഫ്ലവർ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങോട്ടേക്ക് എത്താനുള്ള മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പൂക്കളൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് നേരെ അകത്തേക്ക് പോകാം. ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന പൂജയ്ക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് അവിടെ. ഇത് കണ്ടോ, കുങ്കുമമൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൽ കിലോയ്ക്ക് 20 രൂപ മുതൽ 200 രൂപ വരെ വില വരുന്ന പൂക്കളുണ്ട്. ഈ കാണുന്ന പൂവിനൊക്കെ കിലോയ്ക്ക് 20 രൂപയാണ് വെളിയിലുള്ള മാർക്കറ്റുകളിലൊക്കെ. ഇവിടെ ഇതിന് നല്ല വിലക്കുറവിലാണ് ലഭിക്കുന്നത്. ഓൾറെഡി ഈ ഫ്ലവർ മാർക്കറ്റിൽ നല്ല തിരക്കാണ് രാവിലെ ഈ ടൈമിലൊക്കെ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് അതിലും തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിലൊന്നും നടന്ന് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. പറ്റുന്ന രീതിയിലൊക്കെയാണ് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളത് അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ വെളിയിലായിട്ട് വെജിറ്റബിളിനും ഫ്രൂട്ട്സിനും വേറെ മാർക്കറ്റുണ്ട്. വിവിധ തരത്തിലുള്ള റോസപ്പൂക്കൾ, മുല്ലപ്പൂ, ലില്ലി, ഓർക്കിഡ്, താമര, കനകാംബരം അങ്ങനെയുള്ള പൂക്കളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ബാംഗ്ലൂർ ഫോർട്ട്, പിന്നെ കലാസിപ്പാളയ മാർക്കറ്റ് കോംപ്ലക്സ്, UBCT ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. വിധനസൗധയൊക്കെ ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫ്ലവർ മാർക്കറ്റ് ഒന്ന് വന്ന് കാണേണ്ടതാണ്. അത്രയ്ക്കും അടിപൊളിയാണ് ഇത് കാണാൻ. ആളുകളുടെ തിരക്ക് കൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവർ പൂ വേണമെന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ വിലയൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ മേടിക്കാതെ പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ നീരസം അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. വേഗം തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ പോന്നു. വിവിധ നിറത്തിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് ഇത് നേരിൽ കാണുന്നതെന്നറിയാവോ. എനിക്ക് പക്ഷേ ഇത് ഒരുപാട് നേരം അവിടെ നിന്ന് ഇത് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ തിരക്ക് കൊണ്ടും പിന്നെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും വേഗം അവിടുന്ന് പോന്നു. ഈ പൂവിൻ്റെയൊക്കെ ചുറ്റും തേനീച്ച പറക്കുന്നത് കണ്ടോ. ഇത്തരത്തിലുള്ള പൂ വിൽക്കുന്നിടത്ത് ഒരുപാട് തേനീച്ചകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഈ പൂവിന് ഞാൻ വില ചോദിച്ചപ്പോൾ ഇതിന് 40 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഫ്ലവർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേന് ഈ ഒരു വെജിറ്റബിളിൻ്റെ മാർക്കറ്റ് കണ്ടു. അവിടെ തേങ്ങയൊക്കെ നല്ല ഹോൾസെയിൽ വിലയ്ക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് വിലക്കുറവാണ് ഇവിടെ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തനും കൈതച്ചക്കയും ഒക്കെ ഇങ്ങനെ മല പോലെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. നല്ല വിലക്കുറവും ഉണ്ട്. ഇതിനൊക്കെ കിലോയ്ക്ക് 10 രൂപ 20 രൂപ മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മൾ കണ്ടത് തക്കാളിയാണ്. തക്കാളിക്ക് കിലോയ്ക്ക് 20 രൂപ മാത്രമേ ഉള്ളായിരുന്നു. വെജിറ്റബിൾ മാർക്കറ്റിലെ കച്ചവടമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരു 6:30 ആയിട്ടേ ഉള്ളൂ സമയം. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴേ ഇവിടെ സജീവമാകത്തുള്ളൂ. സവാളയൊക്കെ 6 കിലോയ്ക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.